മാസ് ആൻഡ് വെയ്റ്റ്. മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർ മാസ് ആൻഡ് വെയ്റ്റ് ദ സെയിം തിങ്? മാസും വെയ്റ്റും ഒരേ സംഗതി തന്നെയാണോ? മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരേ ഒബ്ജക്റ്റ് നമ്മൾ ഭൂമിയിലും ചന്ദ്രനിലും വെക്കുന്നു. വിൽ ദ മാസ് ബി ഡിഫറെന്റ്? അവയുടെ മാസ് വ്യത്യാസമുണ്ടാകുമോ? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദ ഒബ്ജക്റ്റ്. വിൽ ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദ ഒബ്ജക്റ്റ് ബി ഡിഫറെന്റ്? നോ, മാസ് വ്യത്യാസമാകുന്നില്ല. അതിനർത്ഥം മാസ് ഈസ് എ കോൺസ്റ്റന്റ്. ഒരേ ഒബ്ജക്റ്റ് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാലും അവയുടെ മാസ് എന്താകുന്നില്ല? മാറുന്നില്ല. എന്താണ് മാസിന്റെ യൂണിറ്റ്? കിലോഗ്രാം അഥവാ kg. നോക്കൂ, ഇനി വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പുൾ, മെഷർ ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. അതാണ് വെയിറ്റിന്റെ ഡെഫിനിഷൻ. അഥവാ ഒരു ഒബ്ജക്റ്റിന്റെ മേലുള്ള ഗുരുത്വാകർഷണ ബലം, അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് ഒരേ മാസുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ ഭൂമിയിലും വെക്കുന്നു, ചന്ദ്രനിലും വെക്കുന്നു. ഇതിൽ എ എന്ന് കാണിക്കുന്നത് ചന്ദ്രനാണ്, ബി എന്ന് കാണിക്കുന്നത് ഭൂമിയാണ്. ഇതിൽ രണ്ട് സ്ഥലങ്ങളിലും മാസ്, ഒബ്ജക്റ്റിന്റെ മാസ് സെയിം ആയിരിക്കും. We have concluded that mass is a constant. പക്ഷേ വെയിറ്റ് എങ്ങനെയായിരിക്കും? രണ്ട് സ്ഥലങ്ങളിലും വെയിറ്റ് തുല്യമായിരിക്കുമോ? നമുക്ക് നോക്കാം. എന്താണ് വെയിറ്റിന്റെ ഫോർമുല? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് ആക്സിലറേഷൻ. ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന്റെയും ആക്സിലറേഷന്റെയും മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ആക്സിലറേഷൻ എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ g എന്നുള്ളതാണ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു mg. ഇത് തന്നെയാണ് എന്ത്? വെയിറ്റിന്റെ ഫോർമുലയും. W ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് വെയിറ്റിന്റെ ഫോർമുല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരേ ഒബ്ജക്റ്റ് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാൽ മാസ് വ്യത്യാസപ്പെടുന്നില്ല, അഥവാ മാസ് ഈസ് എ കോൺസ്റ്റന്റ്. എന്നാൽ ആ ഒബ്ജക്റ്റിന്റെ തന്നെ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് അല്ല മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ. ഭൂമിയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇക്വേറ്ററിൽ ഉള്ള വെയിറ്റ് ആവില്ല ഒരു പക്ഷേ പോളാർ റീജിയനിൽ കൊണ്ടുപോയി വെച്ചാൽ. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ ഒരു വസ്തുവിന്റെ വെയിറ്റ്, അതായിരിക്കില്ല ആ വസ്തുവിന് അനുഭവപ്പെടുന്ന വെയിറ്റ് എവിടെ? ചന്ദ്രനിൽ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ, എ ബോഡി ഹാസ് 100 കിലോഗ്രാം മാസ് ഇൻ എർത്ത്, then what will be its mass in moon? ഒരു ഒബ്ജക്റ്റിന് അഥവാ ഒരു ബോഡിക്ക് ഭൂമിയിൽ 100 കിലോഗ്രാം മാസ് ഉണ്ട്. എന്നാൽ ചന്ദ്രനിൽ ആ ബോഡിയുടെ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിലും ആ ബോഡിയുടെ മാസ് 100 കിലോഗ്രാം തന്നെയായിരിക്കും. So we have concluded our first question's answer. The mass is constant, so 100 kilogram itself. രണ്ടാമത്തെ ചോദ്യം, a body has 61.5 kilogram mass in earth. ഭൂമിയിൽ ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 61.5 കിലോഗ്രാം ആണ്. എങ്കിൽ ചന്ദ്രനിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയായിരിക്കും? വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഇൻ മൂൺ? പ്രത്യേകം ശ്രദ്ധിക്കണം, മാസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ചന്ദ്രനിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയായിരിക്കും? വെയിറ്റിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു m into g. നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 61.5 ആണ്. ആൻഡ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ മൂൺ എന്ന് പറയുന്നത് 1.625 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 61.5 into 1.625 നമുക്ക് കിട്ടുന്നു
99.93. നമ്മൾ ഏകദേശം റൗണ്ട് ആക്കിയാൽ 100 ആകുന്നു. ഇനി 100 ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വെയിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫോഴ്സ് ആണ്, അഥവാ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് 100 ന്യൂട്ടൺ എന്ന് പറയാം. ഇനി ഇത് ആ ഒബ്ജക്റ്റിന്റെ മേൽ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? കിലോഗ്രാമിൽ പറയുമ്പോൾ 100 കിലോഗ്രാം ആണ്. And we have concluded our second answer also, that is 100 kilogram. And the third question was, a body has 1625 kilogram weight in moon. ഒരു ബോഡിക്ക് ചന്ദ്രനിൽ 1625 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം, മാസ് അല്ല, വെയിറ്റ് ഉണ്ട്. Then what will be its weight in earth? അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ ഭൂമിയിൽ ആ ബോഡിക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയാണ്? 2 സ്ഥലങ്ങളിൽ വെയിറ്റ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ചന്ദ്രനിൽ 1625 കിലോഗ്രാം, അത് വെയിറ്റ് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വെയിറ്റ് എന്താണ്? 1625 കിലോഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ മൂൺ എത്രയാണ്? 1.625 ആണ്. സോ വി ഗെറ്റ് 1000 കിലോഗ്രാം. ഈ 1000 കിലോഗ്രാം ആണെന്ത്? മാസ് എന്ന് പറയുന്നത്. മാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഭൂമിയിലും ആ ബോഡിക്കുള്ള മാസ് 1000 കിലോഗ്രാം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ആ ഒബ്ജക്റ്റ് അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു mg. m എത്രയാണ്? 1000 കിലോഗ്രാം ആണ്. g ഇൻ ദ എർത്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ എർത്ത് എത്രയാണ് നമുക്കറിയാം? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? 1000 ഇൻറ്റു 9.8 നമുക്ക് കിട്ടുന്നു 9800 ന്യൂട്ടൺ അല്ലെങ്കിൽ 9800 കിലോഗ്രാം. So we have concluded our third answer also, that is 9800. അപ്പോൾ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.